ശ്രീ അഭിലാഷ് പിള്ള, അതായത് അർദ്ധരാത്രി ഒരു നടൻ വിളിച്ചിട്ട് എനിക്ക് ഇപ്പോൾ MDMA വേണം അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് വേണം എന്നാവശ്യപ്പെടുന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നു. മാത്രമല്ല, ഈ വെള്ള പദാർത്ഥം വായിൽ നിന്ന് പോകുന്നത് കണ്ടു മോശമായി പെരുമാറി എന്നൊരു നടി പരാതിപ്പെടുന്നു. പിന്നെ സിനിമയിൽ സാധാരണ നിലയിൽ തന്നെ സിനിമാ മേഖലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തത് അപൂർവം ചില ആളുകളെ ഉള്ളൂ എന്ന് ലിബർട്ടി ബഷീറിനെ പോലൊരാൾ പറയുന്നു. ഇതൊക്കെയാണ് സിനിമയ്ക്കകത്ത് നടക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്നത് ലൊക്കേഷനിലടക്കം ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് രാസലഹരി അടക്കം നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വീണ്ടും 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 സിനിമകൾ കിട്ടുന്നത്? അവരെങ്ങനെയാണ് വീണ്ടും തിരക്കുള്ള നടന്മാരോ നടിമാരോ ആകുന്നത്? അപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല, അതിനെ മറച്ചു വെച്ചേക്കാം എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാകില്ലേ? അതായത് കുറ്റകരമായ രീതിയിലുള്ള ഒരു സംരക്ഷണം അവർക്ക് നൽകുന്നത് കൊണ്ടല്ലേ അവർക്ക് വീണ്ടും വീണ്ടും ഇത്തരം സിനിമകൾ ഉണ്ടാകുന്നത്, സാധാരണക്കാരായ ആരും സംശയിക്കുന്നത് പോലെ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംരക്ഷിക്കുന്നൊന്നും അല്ലത്. കാരണം ഇപ്പോൾ കുറച്ച് മുന്നേ ജോർജ് സാറ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു സിനിമയിലേക്ക് ലഹരി മാഫിയയുടെ ഫണ്ടാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സിനിമ സംഭവിക്കുന്നത് ലഹരി മാഫിയയുടെ ഫണ്ടാണ്. ഞാൻ 6 സിനിമ ചെയ്ത ആളാണ്. എൻ്റെ ഒരു സിനിമ നിർമ്മിച്ചതും ലഹരി വിറ്റ് കാശ് കിട്ടിയ പ്രൊഡ്യൂസേഴ്സ് അല്ല. എൻ്റെ ഒരു സിനിമയിലും ഈ പറയുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയുണ്ടായി, ഞങ്ങളുടെ ലൊക്കേഷനിൽ ധൈര്യമായിട്ട് പോലീസിന് വരാം, റെയ്ഡ് ചെയ്യാം. ബൈച്ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞു ഫെഫ്ക സംഘടന പിന്നെ റെയ്ഡിനെ ഭയക്കുന്നു, അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അത് സമ്മതിച്ചില്ല. അങ്ങനെയല്ല ചേട്ടാ സംഭവം. അതായത് നമുക്ക് ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ഈ സിനിമ മേഖലയിൽ എനിക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷനുകളിലേക്ക് പോലീസ് റെയ്ഡ് വേണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞത്, ഒരു ലൊക്കേഷനിൽ പോലീസ് വന്നാൽ ഈ പറയുന്ന മീഡിയ, അപ്പോൾ ഈ 24 ന്യൂസ് അടക്കമുള്ള ഇവിടുത്തെ എല്ലാ ന്യൂസ് ചാനലുകളും അതൊരു വലിയ വാർത്താ പാഠനത്തിൽ ന്യൂസ് കൊടുക്കും. അത് ആ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും എന്ന രീതിയിലാണെന്ന് പറഞ്ഞ് ഇതിനെതിരെ നമുക്ക് എങ്ങനെ ഇതൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പറഞ്ഞൊരു ചർച്ചയൊക്കെയാണ് ആ സമയത്ത് സംഭവിച്ചത്. അല്ലാതെ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നവരെ സംരക്ഷിക്കാനായിട്ടൊരു സംഘടന നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചർച്ച നടത്തി അദ്ദേഹത്തിൻ്റെ ഇത് കുഴപ്പമില്ല എന്ന രീതി വിട്ടു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഷൈൻ ടോം ചാക്കോയെ ജയിലിൽ അടയ്ക്കാനായിട്ട് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ ഈ ലഹരി ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് സിനിമ ലൊക്കേഷനുകളിൽ ഇവരെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇനി മുന്നോട്ട് ഉണ്ടാവരുത്. അതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ വേണ്ട ബേസിക്കലി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അല്ലാതെ ഇവരെ വേറെ എന്തൊക്കെ പറഞ്ഞാൽ ഇവർ മാറാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇതേ കേസിൽപ്പെട്ട ആളാണ് ഷൈൻ ടോം. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം അതേപോലെ ഒരു പ്രശ്നത്തിൽ വീണ്ടും പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റുമാണ് വേണ്ടത്. പിന്നെ തുടക്കത്തിൽ ജോർജ് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കോ എന്ന സിനിമയെ കോട്ട് ചെയ്ത് പറഞ്ഞു. മാർക്കോയിൽ അഭിനയിച്ച ഉണ്ണി എൻ്റെ അടുത്ത സുഹൃത്താണ്, അതിൻ്റെ നിർമ്മാതാവ് എൻ്റെ സുഹൃത്താണ്, അതിൻ്റെ സംവിധാനം എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഇവരെയൊക്കെ അറിയാം. ഇവരൊക്കെ പേഴ്സണലി അടുത്തറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവരാരും ലഹരി ഉപയോഗിച്ച സിനിമ ഉണ്ടാക്കിയ ആളുകളല്ല. ഇപ്പം മാർക്കോ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഇവിടെ അക്രമം കൂടും, അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഇത് കൂടുമെന്ന് പറഞ്ഞാൽ, ഈ മാർക്കോ സിനിമ കണ്ടതിന് ശേഷം കേരളത്തിൽ എത്ര കുട്ടികളെയാണ് തലക്കടിച്ച് അതുപോലെ കൊന്നിരിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കൂട്ട് സിനിമയെ മൊത്തത്തിൽ പറയുമ്പോൾ, ഞാനും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നാളെ എൻ്റെ സിനിമയും പ്രേക്ഷകർ കാണും. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ പടം മാളികപ്പുറം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആളിപ്പോൾ ശബരിമല പോകേണ്ടതാണ്. ഒരിക്കലും സിനിമ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്തൊന്നുമില്ല. ഒരു സിനിമ 2.5 മണിക്കൂർ തിയേറ്ററിൽ കണ്ട് ഇറങ്ങിപ്പോയി അടുത്തൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ അതവിടെ കഴിയും. പിന്നെ സിനിമാ മേഖലയിൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിനകത്തൊരു പ്രശ്നം, ഇപ്പൊ സിനിമ ഒരു സാധാരണ ഒരു സമൂഹത്തെയോ വ്യക്തികളെയോ എങ്ങനെ സ്വാധീനിക്കും എന്നത് താങ്കൾ പറഞ്ഞതുപോലെ വളരെ വിപുലമായ ഒരു വിഷയമാണ്, വലിയ രീതിയിൽ ചർച്ച ആവശ്യമായ വിഷയമാണ്. ഏതൊരു കലാസൃഷ്ടിയും പോലെ സിനിമയ്ക്കും സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സ്വദേശപരമായ സിനിമകൾ വേണം എന്ന് കരുതുന്നവരും അത്തരം സിനിമകൾ സമൂഹത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ പൊളിറ്റിക്കൽ ഫിലിംസ് ഒക്കെ വരുന്നതും അത് ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നത് അതിന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്, ശക്തിയുള്ളത് കൊണ്ടാണ്. പിന്നെ അതിലെ പ്രശ്നം അതല്ല. ഇവിടെ വയലൻസ് നിങ്ങളൊരു ഏതെങ്കിലും ഒരു കഥാസന്ദർഭത്തിൻ്റെ ഭാഗമായിട്ടല്ല വയലൻസോ ലഹരിയോ കാണിക്കുന്നത്. അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അതിനെ ആഘോഷമാക്കുകയാണ്, അതിനെ മേന്മയുള്ള ഒന്നായി അവതരിപ്പിക്കുകയാണ്. അവിടെയാണ് അത് കരുത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുകയാണ്, അത് നായകൻ ചെയ്യുകയാണ്. അവിടെയാണ് ഈ സിനിമയുടെ ദുസ്വാധീനത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നത്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രം. അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ, സിനിമ എന്ന് പറയുന്ന ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട പല ജോണേഴ്സിൽ ഓരോ സംവിധായകരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, അല്ല എഴുത്തുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സിനിമകൾ സംഭവിക്കാറുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന അഡൽട്സ്
പോൺ സിനിമകൾ നിന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ബി ഗ്രേഡ് സിനിമകൾ ഓടിയിരുന്ന നാടല്ലേ നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ അതും അന്ന് നിർത്തലാക്കണ്ടല്ലായിരുന്നു. ഇപ്പോൾ വയലൻസ് ഉള്ളൊരു സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ KGF എന്നൊരു സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഹിറ്റായൊരു സിനിമയാണ്. KGF കണ്ടിട്ട് എത്ര പേരാണ് അതേപോലെ ബോംബെക്ക് വണ്ടി കയറി വിടുന്ന അധോലോകത്തിൻ്റെ നായകനാവാൻ പോയിട്ടുള്ളത്? സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഹോം സിനിമയും കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഹോം സിനിമ കണ്ടിട്ടുള്ള എല്ലാ മക്കളും അച്ഛന്മാരെ വലിയ രീതിയിൽ സ്നേഹിക്കണമല്ലോ, അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ സ്നേഹിക്കണ്ടേ. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 2.5 മണിക്കൂർ കണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറച്ച്, പിന്നെ ഇപ്പോൾ മുന്നേ ചില സിനിമകളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇന്നും ചിലപ്പോൾ നമ്മൾ ചില സിനിമയുടെ ഡയലോഗുകൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തെ പോലെ നടക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ വയലൻസ് കണ്ടിട്ട് വയലൻസ് കാണിക്കാൻ പോകുന്നത് അബ്നോർമലായിട്ടുള്ള ആളുകളായിരിക്കും. കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് സിനിമ കാണാൻ കയറിയിരിക്കുന്നവൻ ആ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവൻ ചിന്തിക്കും ഞാനാണ് ഈ പടത്തിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ കേരളത്തിൽ ഒരു സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടെന്ന് പറയാനുള്ള ഒരു 10 കേസ് പറയാൻ 10 കേസൊന്നും പറയാനില്ല, അത്രയൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഡ്രഗ്സ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം ഡ്രഗ്സിനെ പറ്റിയാണ് സിനിമാ മേഖലയിൽ. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ സിനിമയിൽ ഞാൻ മുന്നോട്ട് ചെയ്യുന്ന സിനിമകളിൽ ഇത് ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ സംവിധായകനും അല്ലെങ്കിൽ എൻ്റെ നിർമ്മാതാവിനും അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയാൽ അവരെന്തായാലും ആ സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. മാത്രമല്ല ടെക്നീഷ്യൻസും അതേപോലെ തന്നെ ഈ മാറ്റി നിർത്തപ്പെടുന്നവരെ ഒരിക്കലും നമ്മൾ സിനിമയിൽ നിന്ന് വിലക്കുകയല്ല. അവരെ മാറ്റിയെടുത്തെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് പുറത്തെത്തി അവർ വീണ്ടും സിനിമയിൽ സജീവമായി. ഇവരൊക്കെ നല്ല അഭിനേതാക്കളാണ്. തുടക്കത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ സിനിമയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ബേസിക്കലി ഞാൻ പറയുന്നു, ഇവരൊക്കെ നല്ല ടെക്നീഷ്യന്മാരും നല്ല അഭിനേതാക്കളുമാണ്, അതിലൊരു സംശയമില്ല. അവരുടെ ആ അഭിനയം അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ വശം അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ വീണ്ടും ഇവർക്ക് അവസരം കിട്ടുന്നത്. ഇപ്പം ഇന്ന് ഈ കേസിൽപ്പെട്ട ഖാലിദ് റഹ്മാൻ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു സിനിമയുടെ സംവിധാനമാണ്. ഇപ്പോഴും ആ സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പം അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് കൃത്യമായ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അവരും അഭിലാഷ്, അതിനകത്ത് എനിക്ക് മറ്റൊരു അഭിപ്രായം, ആഘോഷിക്കുന്നതും നമ്മൾ വലിയ കാര്യമായി കൊണ്ട് നടക്കുന്നതും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ്. അതിന്റെ ആ നല്ല സുന്ദരമായ ഒരു കലാസൃഷ്ടി കൊണ്ടുവരുന്ന ആ സൃഷ്ടാവ് എന്ന നിലയിലാണ്. നേരെ മറിച്ച് അദ്ദേഹം ഒരു കുറ്റവാളിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ നീതിക്ക് യോജിച്ചതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടത്. അഭിലാഷ്, ശരി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വരാം.